നമസ്കാരം. ഒരു ഓണം കൂടി നമ്മൾ ഉണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ സമ്പന്നമായിട്ടുള്ളൊരു ബാല്യം ഉണ്ടായിരുന്നു എന്നാണ്. പഴയ ബാല്യത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇന്നും ഉണ്ട് മനസ്സിൽ, പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഓർമ്മകളാണ് നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമുക്ക് വലിയൊരു ഊർജം തരുന്നതും ഒക്കെ ആ പഴയകാല ഓർമ്മകളാണ്. അന്ന് ഒരുപാട് കഥകൾ കേട്ടിരുന്നു. ഓരോ ഓണത്തിനും മഹാബലിയുടെ കഥ കേൾക്കും. എത്ര കേട്ടാലും അതൊരു ആവർത്തന വിരസതയായിട്ടോ അതൊരു ക്ലീഷയായിട്ടോ ഒന്നും തോന്നിയിരുന്നില്ല. അമ്മൂമ്മയാണ് കഥകൾ പറഞ്ഞു തന്നിരുന്നത്. അമ്മയുടെ അമ്മ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ കുട്ടികൾ ആ കഥകൾ മുഴുവൻ കേട്ടിരുന്നത്. അന്നൊക്കെ മനസ്സിലുള്ള റോൾ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസ കഥാപാത്രങ്ങളും പുരാണ കഥയിലെ കഥാപാത്രങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് റോൾ മോഡൽസ്. അന്ന് ഈ മഹാബലിയുടെ കഥ കേൾക്കുമ്പോൾ അന്നത്തെ ആ ഒരു കാലം, അതായത് മഹാബലിയുടെ കാലം വിഷ്വലൈസ് ചെയ്യാൻ ഞങ്ങൾ കുട്ടികൾക്ക് ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. കള്ളപ്പറയില്ലാത്ത, ചെറുനാഴിയില്ലാത്ത, പൊളിവചനം വെള്ളോളമില്ലാത്ത ആ ഒരു നല്ല കാലം, മനുഷ്യരെല്ലാം ഒരുപോലെയുള്ള നല്ല കാലം, ഇത് വളരെ അനായാസം വിഷ്വലൈസ് ചെയ്യാൻ അന്ന് ഞങ്ങൾ കുട്ടികൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് നമുക്കിതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. മഹാബലിയുടെ കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കുകയുള്ളൂ. അവർക്ക് ഈ കള്ളപ്പറയില്ല, അല്ലെങ്കിൽ ചെറുനാഴിയില്ല, മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന, അഴിമതികളൊന്നും ഇല്ലാത്തൊരു കാലം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് അവർ വളർന്നു വരുന്നത്. അവർ കാണുന്ന കാഴ്ചകൾ അതാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ചിത്രങ്ങളാണ്. അതാണ് ഈ കുട്ടികളുടെ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ ചിത്രങ്ങളാണ്. പറ എന്ന് പറഞ്ഞ് പറയുടെ ഒരു പടം കൊടുക്കും, പന എന്ന് പറഞ്ഞ് പനയുടെ ഒരു പടം കൊടുക്കും, തല എന്ന് പറഞ്ഞ് തലയുടെ ഒരു പടം കൊടുക്കും. അങ്ങനെ ചിത്രങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ചിത്രങ്ങളാണ് 80% ബ്രെയിനിനെ സ്വാധീനിക്കുന്നത്. ചിത്രങ്ങളിലൂടെയാണ് അവരുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത്. അതായത് കാഴ്ചകളിലൂടെയാണ് അവരുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത്. ഇന്ന് കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ്? ഈ ഓണത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്? ആദ്യം ഹേമ കമ്മിറ്റിയിലൂടെ നമ്മുടെ മനസ്സിലുള്ള ഇമേജുകൾ മുഴുവൻ തകർന്നു വീണു. സിനിമ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം സിനിമയാണ്, പിന്നെ രാഷ്ട്രീയം, പിന്നെ മീഡിയ. അപ്പോൾ അതിൽ ഹേമ കമ്മിറ്റിയിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ സിനിമയിലുള്ള ആ ബിംബങ്ങൾ മുഴുവൻ തകർന്നു വീഴുന്നത് നമ്മൾ നിസ്സഹായാവസ്ഥയോടുകൂടി കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വന്നു. ഒരു അഴിമതിയുടെ കറപുരണ്ട ഒരു ഉദ്യോഗസ്ഥനെ, യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ഒരു ജനപ്രതിനിധി, അയാൾ പറയുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യാണ് ചെയ്തത്. ഒരു വിശ്വാസവഞ്ചനയാണത്. ആ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. അയാളുടെ കഥകൾ മുഴുവൻ പറയുന്നുണ്ട്. ഈ MLA വളരെ ക്ലവറായിട്ട് തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ മുഴുവൻ. അയാൾ ഈ MLA വിശ്വസിച്ചുകൊണ്ട് ഇത് മുഴുവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് സമൂഹ മധ്യത്തിൽ MLA ഈ ഫോൺ സംഭാഷണം പുറത്തേക്ക് വിടുകയാണ്. അതൊരു വിശ്വാസവഞ്ചനയാണ്. അപ്പോൾ അധർമ്മവും തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഇവിടെ. ഒരു പക്ഷം പിടിച്ച് പറയുന്നല്ല ഇത്. തെറ്റേത് ശരിയേത് ഇതൊക്കെ ആകെ മൊത്തം കൺഫ്യൂഷനാണ് ഇപ്പോൾ. അങ്ങനെ അധർമ്മവും തമ്മിലുള്ളൊരു ഫൈറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 80% നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നത് ഇത്തരം കാഴ്ചകളാണ്. ഈ കാഴ്ചകളിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ജീവിത വിജയം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊരു ഉന്നത പൊസിഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവുക, ഇതൊക്കെയാണ് ജീവിതത്തിലെ വിജയം എന്നവർ ധരിച്ചു വശമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖവും എന്താണ്? ലഹരിയും ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അമിതമായ ആസക്തിയും, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖവും. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ധരിച്ചു വശമായി വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒറ്റയ്ക്ക് ഇതേപോലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയോ രാഷ്ട്രീയക്കാരെയോ ഒന്നും നേരെയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് വലിയൊരു സിസ്റ്റമാണ്. ആ കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെതിരെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെ ഒരു പക്ഷത്തേക്ക് ചേർത്തിട്ട് അവൻ ആ പക്ഷക്കാരനാണ്, അല്ലെങ്കിൽ ഇവൾ ഈ പക്ഷക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു സൈബർ ബുള്ളിങ്ങും അതേപോലുള്ള അറ്റാക്കും സോഷ്യൽ ഓഡിറ്റിങ്ങും ഒക്കെ നടത്തി പറയുന്നവനെ തന്നെ നശിപ്പിച്ചു കളയും. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നമുക്ക് പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, അരുതാത്ത കാഴ്ചയിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ കണ്ണുകൾ പൊത്താൻ മാത്രമേ നമുക്ക് പറ്റൂ. അത് ഒരച്ഛൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അതാണ് നമ്മൾ ചെയ്തു വരേണ്ടത്. ഇവിടെ നമുക്ക് കുറച്ച് സ്വാർത്ഥരാവാം. നമ്മുടെ കുട്ടികളുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവർ കാണുന്ന കാഴ്ചകൾ അരുതാത്തതാണെങ്കിൽ ആ കാഴ്ചകൾക്ക് നേരെ അവരുടെ കണ്ണുകൾ പൊത്താൻ നമുക്ക് കഴിയണം. നല്ലത് കാണാനും, നല്ലത് പറയാനും, നല്ലത് ചിന്തിക്കാനും, പിന്നെ നല്ലത് മാത്രം പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിൽ ഓരോ കുട്ടിയെയും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അച്ഛനെന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് തുറന്ന മനസ്സോടുകൂടി ഹാപ്പി ഓണം എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.